എഡ്വേർഡ് ഷില്ലറ്റിൻ്റെ വളരെ ചെറിയൊരു പോയാണ് ജീസസ് ഓഫ് ദി സ്കാസ്. 1917 എഴുതപ്പെട്ടൊരു കവിതയാണ്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് എഡ്വേർഡ് ഷില്ലറ്റ് ബ്രിട്ടനിലെ ഒരു പാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടവേള പലരും യുദ്ധത്തിന് പോയിരുന്നു. പല മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെട്ടു. പല മക്കളും കൈയും കാലൊക്കെ നഷ്ടപ്പെട്ട് മുറിവേറ്റവരായിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കണ്ടപ്പോൾ അദ്ദേഹം എഴുതിയ കവിതയാണ് ജീസസ് ഓഫ് ദ സ്കാസ്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഏതൊരു ഇരുട്ടത്തും തിളങ്ങുന്ന നിൻ്റെ കണ്ണുകൾ ഞങ്ങൾക്ക് നക്ഷത്രങ്ങൾ പോലെയാണ്. ഇടയ്ക്ക് ഈ കവിതയിൽ ഈ പാസ്റ്റർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവർ വൂണ്ട് ഈസ് ഹേർട്ടിങ് അസ്, വേർ ഈസ് ദ ബാം. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഏതിരുട്ടുള്ള മുറിയിലേക്കും ഈശോ നീ കയറി വരുന്നുണ്ടല്ലോ, നിൻ്റെ മുറിവുകൾ ഞങ്ങൾ നീ കാണിക്കുന്നുണ്ടല്ലോ. നിന്നെപ്പോലെ മുറിവേറ്റ വേറെ ഏത് ദൈവമാണുള്ളത് എന്ന് പറഞ്ഞ കവിത അവസാനിക്കുന്നത്. അമ്പത്തേഴ്സിയുടെ ലൈഫിലൊരു സംഭവം പറയുന്നുണ്ട്. ഒരു ദിവസം ഡെവിള് ക്രിസ്തുവിൻ്റെ വേഷത്തിൽ കയറി വന്നു. അമ്പത്രേസിക്ക് ആളെ മനസ്സിലായി. അമ്പത്രേസി എനിക്ക് നിന്നെ മനസ്സിലായി, വിട്ടു വെക്കുമെന്ന് പറഞ്ഞു. പോകുന്നതിന് മുമ്പ് ഡെവിള് ചോദിച്ചു, എങ്ങനെ മനസ്സിലായി ഞാൻ ഡെവിളാണെന്ന്? അമ്പത്രേസി പറഞ്ഞു, നിനക്ക് മുറിവുകളില്ലല്ലോ. ദ ഗോസ്പിളിൽ നമ്മൾ കാണുന്നത് മുറിവുകളുമായി ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്ന ഈശോയാണ്. മുറിവുകളുമായിട്ടാണ് ഈശോ കടന്നു വരുന്നത്. മുറിവുകളുള്ളവന് മാത്രമാണ് സൗഖ്യം കൊടുക്കാൻ പറ്റുന്നത്. മുറിവുകളില്ലാത്ത ആരെങ്കിലും നിങ്ങളെ സുഖപ്പെടുത്താൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം വിട്ടുപൊക്കുമെന്ന്. കാരണം അവൻ ക്രിസ്തു അല്ല.